ഹലോ ഗൈസ്, നമ്മുടെ ഈ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ കുറേ നാളായിട്ട് ഗൈസ് ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഗൈസ്. ഇന്ന് എൻ്റെ അവിടെ പൂരായിരുന്നു കേട്ടോ, കാരമുക്കിൽ. അപ്പോൾ അത് പ്രമാണിച്ച് ഞങ്ങൾ വന്നതാണ്. സംഭവം വീഡിയോ എടുത്തിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോയൊക്കെ കഴിഞ്ഞിട്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ നേരത്തോടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു. ഓൾറെഡി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വരാൻ നേരം വൈകിയതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റാണ് കഴിക്കാനായിട്ടിരുന്നത്. അത് കഴിഞ്ഞ് ചുമ്മാ അവിടെ വെറുതെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വീടിൻ്റെ അടുത്ത് ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിധുവിനെ നമ്മൾ വീഡിയോയിൽ മുന്നൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. സോ അവൻ്റെ ഒരു വീട് ഉണ്ടാക്കുന്നത് കൊണ്ടിട്ടാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്, കളിക്കണത്. അപ്പോൾ ഇവിടെ മേമേരെ ഉണ്ണികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഇവനേക്കാൾ ഉത്സാഹമായിട്ടാണ് നിൽക്കുന്നത് കളിക്കാനായിട്ട്. സോ നമ്മളെല്ലാവരും അവൻ്റെ വീട് മേക്കിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനമായിട്ട് ഷീറ്റ് പോലത്തെ ഒരു സാധനം, അതൊക്കെ വീടിൻ്റെ സെറ്റപ്പൊക്കെ എല്ലാതും അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു കളിക്കുന്ന സാധനമാണത്. അപ്പോൾ വീട് പണിയണേക്കാൾ മുന്നേ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഭയങ്കര കളിച്ചിരിയായിരുന്നു കേട്ടോ. ചേട്ടന്മാരായിട്ട് നല്ല കൂട്ടായിട്ടാണ്. ചേട്ടന്മാർക്കാണ് ഇവനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആ വീട് പണിത് കാണാനായിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഏകദേശം അവൻ്റെ ചെറിയൊരു വീടൊക്കെ സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അവൻ കയറിനേക്കാൾ മുന്നേ ചേട്ടന്മാരെ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതന്നെയായിരുന്നു മൂന്നാൾക്കും പണി. ഒരു മിനിറ്റിൽ കുറേ നേരം ഇവർ കയറി ഇറങ്ങിയായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഉച്ചവരെ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ മൂന്നാളും കളി. വിധു ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൽ കളിക്കണത് ചേട്ടന്മാരായിരുന്നു. അങ്ങനെ അതിന് ചെറിയൊരു ഡോറ് പോലെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കർട്ടൻ പോലെ ഉള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറുക, ഇത് തന്നെയായിരുന്നു 2 പേരുടെ പണി. പിന്നെ അവനെ പുറത്താക്കിയിട്ട് ചേട്ടന്മാരായി കളി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വീട്ടിൽ നല്ല പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പിൽ പൈനാപ്പിൾ ഇട്ട് ലേശം സോർക്കൊക്കെ കഴിച്ചിട്ടാ. അപ്പോൾ അത് കഴിക്കായിരുന്നു. അപ്പോഴേക്കും പിന്നെ മാമിയും പാപ്പനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണികൾ ഇവർ നേരത്തോടെ തന്നെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഇവരെത്തിയപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡടി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡിന് ചിക്കൻ, മീൻ, ബീഫ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിള്ളേരൊരു അൺബോക്സിങ് വീഡിയോ കാണാം. ഇത് മാത്രമല്ല, ബാക്കി കുറേ ഇതുണ്ട്. ഇതും പിന്നെ ഇതും പിന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ ഇതായിട്ട് ഇതാ. അത് മാത്രമല്ല ഇത്. പിന്നെ ഒരു വലിയൊരു പെട്ടി നമുക്ക് തുറക്കാം. പിന്നെ നമ്മൾ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല കേട്ടോ. ഒരു 4 മണി 4:30 കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടി പൂരം കാണാനായിട്ട് പൂയം കാവടി കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാ കൊല്ലത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം പെട്ടെന്ന് ഒരുവിധം സെറ്റൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അധികം നമുക്ക് കാണാൻ പറ്റില്ല. 2 സെറ്റാണ് നിന്ന് ആടുന്നുണ്ടായിരുന്നു കാവടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ അവിടെ നല്ല മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ പേരയ്ക്ക, പൈനാപ്പിൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാത്തിൽ നിന്നും ഒരു 3-4 പീസൊക്കെ വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഉപ്പും ഇതൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഐസ്ക്രീം കഴിക്കലാണല്ലോ. നമ്മൾ കുറച്ച് നേരമൊക്കെ കാവടി കണ്ടു നിന്ന് പിന്നെ പിള്ളേർക്ക് അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കുകയായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഒരുവിധം കാവടിയൊക്കെ ആടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ തിരിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. നമ്മൾ അധികം നേരമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എത്തിയപ്പോൾ തന്നെ 4:30 ആയതുകൊണ്ട് ഒരുവിധമൊക്കെ കയറാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വീണ്ടും നമുക്ക് ഐസ്ക്രീം അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ഐസ്ക്രീം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ മാംഗോ ബാറാട്ടോ കഴിച്ചത്. നേരത്തെ നമ്മൾ അമേരിക്കൻ ബാറായിരുന്നു കഴിച്ചത്. അങ്ങനെ പിന്നെ എല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നമ്മൾ ചുമ്മാ പാടം വരുന്ന നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണികളെയും കൊണ്ട്. പാടത്താണെങ്കിൽ നല്ല തണവായിരുന്നു കേട്ടോ, ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.